നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എക്സിബിറ്റ് 2, അതായത് സൂയിസൈഡ് പോയിന്റിന് താഴെയുള്ള CCTV ഫുട്ടേജ് തന്നെ അതിന് മതിയായ തെളിവാണ്. പ്രതിയായ സുസ്മിത പ്രീതിയുടെ തല കല്ലിലിടിക്കുന്ന ദൃശ്യങ്ങൾ CCTV ഫുട്ടേജിൽ ഇല്ലെങ്കിലും സുസ്മിതയാണ് അത് ചെയ്തതെന്ന പ്രീതിയുടെ മൊഴി കോടതി വിശ്വാസത്തിലെടുക്കുകയാണ്. പാറപ്പുറത്ത് വീണതിന് ശേഷം പ്രീതി വീണ്ടും ഉരുളുകയോ തലയിടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സുസ്മിത തന്നെ നേരത്തെ പറഞ്ഞതും പ്രീതിയുടെ ശരീരത്തിൽ ഒന്നിലേറെ ക്ഷതങ്ങളുള്ളതായി സാക്ഷ്യപ്പെടുത്തുന്ന എക്സ്റേ റിപ്പോർട്ടും പ്രതിയായ സുസ്മിതയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ്. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷവും രോഹിത്തിനെയും പ്രീതിയെയും വീണ്ടും വകവരുത്താൻ പ്രതി ശ്രമിച്ചതും ആ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ പ്രീതി പിടിച്ചുപറ്റി കുടുംബത്തിലും സമൂഹത്തിലും വിരാജിച്ചിരുന്നതും പ്രതി അപകടകരമായ മാനസികാവസ്ഥയുള്ള ആളെന്നതിന് പൂർണ്ണ തെളിവാണ്. നുണപരിശോധനയ്ക്ക് സന്നദ്ധയാണെന്ന് കോടതിയിൽ സമ്മതം നൽകിയതിനു ശേഷം അത് ഒഴിവാക്കാൻ പ്രതി ആസൂത്രണം ചെയ്ത കിഡ്നാപ്പിംഗ് നാടകത്തെയും കോടതി വളരെ ഗൗരവമായി തന്നെ കാണുന്നു. നുണപരിശോധനയ്ക്കിടെ രക്തസമ്മർദ്ദം ഉയരുന്നത് തടയാനും ഹാർട്ട് ബീറ്റ് കൂടാതിരിക്കാനുമൊക്കെ നിരോധിത മരുന്ന് ഉപയോഗിച്ച പ്രതി നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ മാനസികാവസ്ഥയുള്ള പ്രതി കോടതിയിൽ മൊഴി നൽകാനെത്തുന്ന സാക്ഷിയായ പ്രീതിക്ക് മയക്കുമരുന്ന് നൽകി കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചെന്ന പരാതിയും കോടതി ഗൗരവമായി തന്നെ പരിഗണിക്കുകയാണ്. എങ്കിലും പ്രസ്തുത പരാതി മറ്റൊരു കേസായി പരിഗണിച്ച് കോടതിക്ക് പ്രത്യേക റിപ്പോർട്ട് നൽകാൻ കോടതി ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകുന്നതാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കും വിധം സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതി സുസ്മിത സമൂഹത്തിന് തന്നെ അപകടമാണെന്ന് കോടതി വിലയിരുത്തുന്നു. ഇത്തരക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകി സമൂഹത്തോടുള്ള കടപ്പാട് നിറവേറ്റേണ്ട ബാധ്യത കോടതിക്കുണ്ട്. ആയതിനാൽ ബന്ധപ്പെട്ട വകുപ്പുകളിന്മേൽ നൽകാവുന്ന പരമാവധി ശിക്ഷ 6 വർഷം കഠിന തടവിന് സുസ്മിതയെ ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവാകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം പരമാവധി ശിക്ഷ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് എന്റെ കുറ്റമല്ല, അത് പ്രകൃതി നിയമമാ. നീ കേട്ടിട്ടില്ലേ ന്യൂട്ടൺസ് തേർഡ് ലോ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്? എന്തു ചെയ്താലും അത് അതേ ശക്തിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന്. ഏത് കർമ്മത്തിനും അതിന്റെ ഫലമുണ്ടാകുമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. നന്മ വിതയ്ക്കുന്നവൻ നന്മയും തിന്മ വിതയ്ക്കുന്നവൻ തിന്മയും കൊയ്യുന്ന ബൈബിളിലുമുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ഓരോ ധാന്യമണിയിലും നമ്മുടെ പേരെഴുതി വച്ചിട്ടുണ്ടെന്ന് ഖുറാനിലും. നിനക്കിനി കുറച്ചു കാലത്തേക്ക് കഴിക്കാനുള്ള അരിമണിയൊക്കെ ജയിലിലാ വേവിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. പ്ലീസ്. വിതയ്ക്കുന്നതിന്റെ കൂലി വരമ്പത്തല്ലെങ്കിലും എപ്പോഴെങ്കിലും കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും ഒരുത്തനെ കൊണ്ടും പറ്റില്ലടി.
ആ ശിക്ഷ ഇത്തിരി വൈകിപ്പിക്കാമോന്ന് മാത്രമാ അമീർ അബ്ദുള്ള ശ്രമിച്ചു നോക്കിയത്. നിയമത്തിന്റെ പിടിയെന്നല്ലെങ്കിൽ സമയത്തിന്റെ പിടിയെന്ന് നിനക്കത് കിട്ടും. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അമീറിനൊന്നല്ല, അള്ളാഹുവിന് പോലും കഴിയില്ല. അനുഭവിച്ചോ, ധാരാളമായി അനുഭവിച്ചോ. ആ പിന്നെ തന്നോട് ഇവളെന്തോ പുളിങ്കുരു എണ്ണി വാങ്ങിച്ച കഥയൊക്കെ പറഞ്ഞല്ലോ. ഇവളുടെ അച്ഛന്റെ പുളിങ്കുരുവൊക്കെ ഇന്ന് തന്നെ തന്റെ അക്കൗണ്ടിൽ തിരികെ ക്രെഡിറ്റ് ആക്കുമെന്ന് പറഞ്ഞേക്ക് ഇവളോട്. അത് ഒന്ന് പോടോ. എടി, നീ എന്തിനാടി അയാളെ കയറി ചൊറിയാൻ പോയത്? നമുക്കിനി അയാളെ കൊണ്ട് ആവശ്യമുള്ളതാ. കാള ചിറ്റപ്പ, നമുക്കെന്തിനാ വേസ്റ്റിനൊക്കെ? ഹാർട്ടി കൺഗ്രാറ്റ്സ് അർജുൻ. താങ്ക്സ് അമീർ. കോടതിയിൽ വാദിച്ചു മുന്നേറുമ്പോഴും എന്റെ ഉപബോധ മനസ്സ് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു, അർജുനാണ് ജയിക്കാൻ പോകുന്നതെന്ന്. കാരണം ഞാൻ തലച്ചോറ് കൊണ്ട് വാദിച്ചപ്പോ അർജുൻ ഹൃദയം കൊണ്ടാണ് വാദിച്ചത്. ഓക്കെ, ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ. ആ, പടം ഇവിടം കൊണ്ട് തീരട്ടെ എന്നാണ് എന്റെ ആശംസ. സുസ്മിതയെ കൊണ്ട് ഇനി നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാകാതിരിക്കട്ടെ. ശരി. ആ, നിങ്ങളോട് നിൽക്ക്, ഞാൻ പോയി കോർട്ട് ഓർഡർ വാങ്ങിച്ചിട്ട് വരാം. ആ, ഇവിടെ ആ വിലങ്ങ് നയിച്ചേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയും എന്റെ പ്രണയം നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ മോളെ കാവേരി, അയ്യോ എന്താ പറ്റി? മോളെ മോളെ കാവേരി, കാവേരി അയ്യോ കാവേരി, എന്താ പറ്റി? എന്താ എന്റെ മോളെ പറ്റി? ചടങ്ങ് പൂർത്തിയായി. മോളെ എഴുന്നേക്ക്. മോളെ എഴുന്നേക്ക്. മമ്മി മരുന്ന് വെച്ചേരാം. മോളെ ആരെങ്കിലും പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. പെട്ടെന്ന് പോയിട്ട് വാ. മോളെ മോളെ കാവേരി. കളിക്ക് കാവേരി, മോളെ മോളെ കാവേരി, കാവേരി അപശകുനം കണ്ടിട്ട് ചടങ്ങ് നടത്തിയ ശിക്ഷ ചെയ്ത് അവളെ എത്രയും പേർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് കാവേരി, കണ്ണൂർ കാവേരി, വേഗം കൊണ്ടുപോകും. കാവേരി പതുക്കെ പതുക്കെ പതുക്കെ. അച്ഛ, എന്തൊക്കെ അനർത്ഥങ്ങളെ കാണുന്നത്? എല്ലാം ദുർനിമിത്തങ്ങളാ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. മോനെ മംഗലശ്ശേരിക്കാരുടെ മേൽ വീണ പാപം തീർക്കാനല്ലേ ഇങ്ങനൊരു കല്യാണം? അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുവെന്ന് പറയുന്നത് പോലെ പാപങ്ങൾ തീർന്നു വരുമ്പോഴുള്ള നിമിത്തങ്ങളായി കരുതിയാ മതി. അത് വിവാഹ ദിവസം വരെ കാണും.
ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കെല്ലാം ഭക്ഷണമാവാം. വന്നാട്ടെ. വരണം സാർ. ഇതൊക്കെ എല്ലാരും വരും. മോളെ കൈ കാണിക്ക്. ഈ മരുന്ന് പുരട്ട്. നല്ല പുകച്ചിലുണ്ടാവും. തൊലി അടർന്നു പോകാതെ നോക്കണം. ഞാൻ വേദനയൊന്നും അറിയുന്നില്ല മമ്മി. എന്നാലും തീക്കകത്തേക്ക് കൈയിടാനുള്ള ധൈര്യം മോക്ക് എങ്ങനെ വന്നു? സഞ്ജുവിന് വേണ്ടി തീയിൽ ചാടി മരിക്കാനും തയ്യാറായി നിൽക്കുന്നവളാ ഞാൻ. എനിക്കിതൊരു നിസ്സാര കാര്യം മാത്രം. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മോളെ. നിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തല കുമ്പിട്ട് നിന്നത് മംഗലശ്ശേരിക്കാരൻ. നിനക്കുള്ള സ്നേഹം എന്താണെന്ന് സഞ്ജുവിന് മനസ്സിലായിട്ടുണ്ട്. മമ്മി ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് ചെല്ലും മമ്മി. ഓ ചെല്ല മമ്മി. സന്തോഷായോ? ഒരുപാട് ഒരുപാട്. ഇതെനിക്ക് സഞ്ജുവിനോടുള്ള പ്രണയത്തിന്റെ ഹൃദയമുദ്രയായിട്ടാ തോന്നുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു, ഇത് കഴിക്ക് സഞ്ജു. ഞാനല്ലേ തരുന്നത്. കഴിക്ക് സഞ്ജു. ഹലോ ലച്ചു ചേച്ചി. ഇവിടുന്ന് വല്ലെന്ന് തോന്നുന്നു. അയ്യോ ലച്ചു ചേച്ചി കരയുവാ. ഒന്നുമില്ല മോളെ. ലച്ചുവിന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. സഞ്ജുവിന്റെ വിവാഹ നിശ്ചയമല്ലേ? അതിപ്പോ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അതേപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ചടങ്ങ് എൻഗേജ്മെന്റിൽ അവസാനിക്കുമെന്ന് ലച്ചുവിനറിയില്ലേ? എന്താടോ, സ്വാതി സുഖപ്പെട്ട് വരുവല്ലേ? പിന്നെന്ത് പേടിക്കാനുള്ളത്? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? ചേച്ചിയുടെ അസുഖത്തിന്റെ കാര്യത്തില് എനിക്കൊരു ഉത്കണ്ഠ ഇപ്പോഴില്ല. പക്ഷെ പേടിക്കേണ്ടത് ദക്ഷയാ. സഞ്ജന എനിക്ക് തന്ന വാക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. ലച്ചു എന്താ പിന്നോട്ട് പോവാണോ? ദക്ഷയെ നിങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. മംഗലശ്ശേരിക്കാർ കാരണം ഒരിക്കൽ അവരുടെ മനസ്സിനേറ്റ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഈ കല്യാണം കൊണ്ടെങ്കിലും
അവരുടെ പക കെട്ടടങ്ങട്ടെ എന്ന് കരുതിയ മുത്തച്ഛനും അമ്മയും വിവാഹത്തിന് സമ്മതം നൽകിയത്. വിവാഹ നിശ്ചയം കൂടി കഴിഞ്ഞിട്ട് ദക്ഷയെ ചതിച്ച അവർ പിന്നെ അടങ്ങിയിരിക്കില്ല. അവിടെയും ലക്ഷ്മി ദൈവം ഒരു വഴി കാണിച്ചു തരും. സ്വാതി ഉണരാൻ ഇനിയും സമയമുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിർത്ത്. എന്റെ കൺമുന്നിൽ വരരുതെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? എന്താ വീട്ടുജോലിക്കാരിക്ക് അനുസരണശീലമില്ലേ? സർ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ സാറിന് പാല് കൊണ്ടുവയ്ക്കാൻ വന്നതാ. എന്നെ പാലൂട്ടാൻ നീ ആരാ? ഇന്നു മുതൽ നീ എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഇനിയും അതെന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഇറങ്ങി പൊടി. നിക്ക. ആ പാലും കൂടി എടുത്തോണ്ട് പോ. ഇന്നത്തെ ദിവസം സാർ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചൂടെ? ഞാൻ എന്ത് കഴിക്കണം, എപ്പ കഴിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിനുള്ള സമയം കാലവും വീട്ടുജോലിക്കാരിയല്ല തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? എടുത്തോണ്ട് പൊടി. പൂവില് വിഷം ചേർത്തതുപോലെ പാലില് വിഷം ചേർത്തിട്ടില്ലെന്ന് ആർക്കറിയാം? പറഞ്ഞു പറ്റിക്കായിരുന്നില്ല എന്നെ, ചതിക്കായിരുന്നില്ല നീ എന്നെ. എന്നെ പാലൂട്ടാൻ നീ ആരാ? ഇന്നു മുതൽ നീ എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. പൂവില് വിഷം ചേർത്തതുപോലെ പാലില് വിഷം ചേർത്തിട്ടില്ലെന്ന് ആർക്കറിയാം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വസുന്ധരാമേ, വസുന്ധരാമേ, മോളെ അമ്മ എന്തേ മോളെ? അമ്മ എവിടെ ഉണ്ട്? വസുന്ധരാമേ, എന്റെ മോളെ എന്തിനു വീടിന് വെളിയിൽ നിർത്തിയിരിക്കുന്നേ? അവൾ എന്ത് കുറ്റാ ചെയ്തേ? എന്റെ കുഞ്ഞി പൊരി വെയിലത്ത് മനസ്സൂരുക്കി നിൽക്കുക. അവിടെ നിൽക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവളോട് വീട്ടിലേക്ക് പോകാനാ ഞാൻ ആവശ്യപ്പെട്ടെ. അഖിലിനെ വിവാഹം ചെയ്ത് ഇങ്ങോട്ട് വന്ന എന്റെ മോള്, ഇത് അവളുടെ വീടാ. ഇത് അവളുടെ വീടോ? അത് പണ്ട്. അമ്മേ,
ആ അവകാശമൊക്കെ കഴിഞ്ഞു. ഇനി ഇത് അവളുടെ വീടാണെന്ന് അങ്ങ് പള്ളി പറഞ്ഞാ മതി. അമ്മേ, ഞാൻ പറഞ്ഞോളാം. അച്ഛമ്മ, ഞാൻ പറയാം. വിടുമോളെ, ഇതൊന്നും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ആൺവീട്ടുകാരുടെ മുമ്പിൽ പെൺവീട്ടുകാര് കുറച്ച് താന്നു കൊടുക്കും. അത് എതികേടുകൊണ്ടാ. എന്റെ മോക്ക് ഇവിടെ ഒരു കുറവുണ്ടാകരുതെന്ന് പേടിച്ച അങ്ങനെയാ ഞാൻ പെരുമാറിയത്. അല്പം ഒന്ന് തല കുനിച്ചപ്പം തല ചവിട്ടുമെന്ന് വെച്ചാലോ? എനിക്കറിയണം എന്റെ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയണം. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഒരു കൊടിയും പിടിച്ച് ആ ഗേറ്റിന്റെ അവിടെ കുത്തിയിരിക്കെ. മോളും കൂട്ടിനുണ്ടല്ലോ. വസുന്ധര നീതി പാലിക്കുക എന്നൊരു ബോർഡും വെച്ചോ. വസുന്ധരാമ്മ കളിയാക്കിയതാണോ? വേണമെന്ന് വെച്ചാ കൊടിയും ബോർഡും ഒക്കെ വെക്കും. വാസ്തവത്തിൽ കൊടി കുത്തേണ്ടത് ഞാനായിരുന്നു. നിങ്ങളുടെ വീട്ടുനടയില് എന്റെ മോനെ ചതിച്ച് കൈക്കലാക്കിയതിന്. ചതി പറ്റിയത് എന്റെ കുഞ്ഞിനാ. ഇവിടെ വന്ന് കേറിയത് മുതൽ അവൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എനിക്കറിയാം. ഏതായാലും നിങ്ങൾ ഈ ചെയ്തത് ഒരിക്കലും ഞാൻ മറക്കില്ല. ഇനി നിങ്ങൾ അഥവാ മറന്നാലും അവൾ എന്നോട് ചെയ്തത് ഞാൻ മറക്കില്ല. എന്റെ കുടുംബം നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ ഒരുത്തിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് നിങ്ങളുടെ മകളാ. എന്താ പറഞ്ഞേ? ഈ കുടുംബത്തെ ചതിക്കാൻ എന്റെ മോള് കൂട്ടു നിന്നോ? അങ്ങനെയാണെങ്കിൽ അതെന്റെ മോള് ശ്യാമയായിരിക്കത്തില്ല. അതൊന്നും എനിക്കറിയാൻ വയ്യ. എന്നോട് സത്യം ചെയ്തു പറഞ്ഞതാ ആ പെണ്ണിനെ ഇനി കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന്. എന്നിട്ട് ഞാൻ പറയാം. അമൃതേ, നിന്നെ ആരെ ഇതിനിടയിലേക്ക് വിളിച്ചേ? ഞാൻ നേരത്തെ ചോദിച്ചതാ. നിനക്കും അവളുടെ ഒപ്പം പോണോ? എങ്കിൽ പൊയ്ക്കോ. മക്കളെ അനുസരണയോടെ വളർത്തണം. അച്ഛനും അമ്മയ്ക്കും ഒരു വാക്ക് തന്നാ അത് പാലിക്കാൻ പഠിപ്പിക്കണം. സ്വന്തം വീട്ടിലത് പഠിപ്പിക്കാത്തോണ്ടാ ചെന്നു കയറുന്ന വീട്ടിൽ നിന്ന് പാഠം പഠിക്കേണ്ടി വരുന്നേ. എന്റെ രണ്ട് മക്കളെ തമ്മിൽ തെറ്റിക്കാൻ കാരണക്കാരി നിങ്ങളുടെ മോളാ. ഒരിക്കലുമില്ല. എന്റെ കുഞ്ഞങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അച്ഛാ, മതി. മോളെ, ഇവര് നിന്നെ കുറിച്ച് അച്ഛൻ ഇനി ഒന്നും സംസാരിക്കണ്ട. മോളെ, അച്ഛനൊന്നും സംസാരിക്കണ്ടെന്ന്. അച്ഛൻ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മേ, സർ വേണ്ട. അമ്മേ, സർ വേണ്ട. കൊള്ളയെടുത്തി കൊള്ളയേട്ടന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാ ശ്യാമയെ വീടിന് പുറത്താക്കി വെയിലത്ത് നിർത്തിയിരുന്നല്ലേ? നിങ്ങളുടെയൊക്കെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നാ. നീ അത് വിട്. എന്റെ അനിയനാണെന്ന് പറയാൻ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ കാര്യം. അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പിന്നെ ഇന്ന് പകൽ ഈ സംഭവങ്ങളിലൂടെ നടക്കുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നീട് വന്ന് വിവരങ്ങൾ അറിഞ്ഞപ്പോ അമ്മയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു തോന്നി. ശ്യാമയില്ലേ, എന്റെ അനിയത്തി തന്നെയാ. പക്ഷെ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം, അതാരായാലും. ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു എന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ ഇന്ന് ചെയ്തതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് പറയാനുണ്ട്. ആദ്യട്ടാ, ഒന്നാമതായിട്ട് താനൊന്നും പറയണ്ട. പറയേണ്ടതൊക്കെ ഞാൻ പറയാം. എടാ അഖീം, ഈ വീട്ടില് കുറെ ദിവസമായിട്ട് വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിന്റെ കാരണക്കാരാരാന്ന് നിനക്കറിയാലോ. നീ എന്നെയാണോ ഉദ്ദേശിച്ചത്? അരുണേ, എന്താ ഇത്? നിങ്ങൾ രണ്ടും എന്തിനാ വീണ്ടും തമ്മി തല്ലുന്നേ? അഖി, ഈ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം നിന്റെ ഈ ഭാര്യ. ഈ കുടുംബത്തിലെ ശത്രുവിനോട്
നിന്റെ ഭാര്യ കൂട്ടുചേർന്നു. അതമ്മ കൈയോടെ പിടിച്ചു. കുറ്റം ചെയ്താ അതിനുള്ള ശിക്ഷ കൊടുക്കണോ വേണ്ടയോ? നീ തന്നെ പറ. ചെയ്യേണ്ട രീതിയില് അമ്മ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പുറത്തിറക്കി വിട്ട ഇവളെ നീ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നത് തീരെ ശരിയായില്ല. ഐശ്വര്യടുത്ത് പറയുന്നത് എനിക്ക് കേൾക്കണ്ട. അമൃതടുത്തിയും ഇതിന് കൂട്ടു നിന്നു അല്ലേ? സാർ, അമൃതടുത്തി ഒന്നും പറയല്ലേ. അമൃതടുത്തിക്ക് കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കാനേ പറ്റൂ. എന്തായാലും ഈ വീട്ടിൽ നടന്ന ഒരു നീതികേടിന് എന്റെ ഏട്ടന്മാരുടെ നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത് നിങ്ങളിപ്പോ വലിയ ന്യായം പറഞ്ഞ് കൈയൊഴിഞ്ഞു കളഞ്ഞില്ലേ? ഈ ശ്യാമയാ. അരുണേട്ടനും ആദ്യേട്ടനും തമ്മില് വഴക്കുണ്ടായി. ആദ്യേട്ടനും അമൃതേട്ടത്തിയും വീട് വിട്ടുപോയി. വിവരം അറിഞ്ഞപ്പോ ആ നിമിഷം തന്നെ ചെന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒറ്റ വാശിയിൽ നിന്നത് ഈ ശ്യാമയാ. അന്നാരും ഒരു ന്യായം പറഞ്ഞില്ലല്ലോ. എന്തായാലും എനിക്കിപ്പോ കുറച്ചുകൂടി സന്തോഷായി. കൂടപ്പിറപ്പുകളുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയല്ലോ. കണ്ണിച്ചോറില്ലാതെ ശ്യാമയോട് കാണിച്ച ഈ ദുഷ്ടതയ്ക്ക് പകരം ചോദിക്കാൻ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാവം, ആകെ അങ്ങ് തലകറങ്ങുന്ന അവസ്ഥയായി അല്ലേ? സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മേഘനാഥൻ ഇരിക്ക്, നമുക്ക് നേർക്ക് നേരെ സംസാരിക്കാം. തൊട്ടുപോകരുത്. തൊടും. തൊടുക മാത്രമല്ല, നഖങ്ങൾ കുത്തിയിറക്കി നിന്റെ കുടൽമാല പുറത്തെടുക്കാൻ കൂടിയാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? അമ്പലത്തിൽ മഹാരുദ്ര യജ്ഞം നടത്തിയാൽ എന്റെ ആത്മശക്തിയെ കീഴടക്കാമെന്നോ? എങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. വ്യാമോഹം മാത്രം. വ്യാമോഹമല്ല, യാഥാർത്ഥ്യം. വെറുതെ ഇരുളിൽ വന്നു നിന്ന വീരവാദം പറയാനല്ലാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. ഒന്നും. അഥവാ എന്തെങ്കിലും ചെയ്യാനാകുമായിരുന്നെങ്കിൽ ഈ കാലമത്രയും ഈ മേഘനാഥൻ സർവപ്രതാപിയായി നിന്റെ ആ തറവാട്ടിൽ വാഴുമായിരുന്നില്ല. നീ വെറുമൊരു പുകയാ, ശൂന്യ. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. ഒന്നും. ഈ ഒരു നിമിഷം മതി നിങ്ങൾ പുകയെന്നു പരിഹസിച്ച എനിക്ക് നിങ്ങളുടെ പ്രാണനെടുക്കാൻ. പക്ഷേ ഉടനെ ഞാനത് ചെയ്യില്ല. ഇപ്പോ ആത്മാവാണെങ്കിലും ജീവിച്ചിരുന്ന നാളുകളിൽ നിങ്ങൾ എന്റെ ഭർത്താവായിരുന്നു എന്നതിന്റെ സൗജന്യം മാത്രം. പക്ഷേ നിങ്ങൾ എന്റെ അനിയത്തിമാരിൽ ആരുടെയെങ്കിലും ദേഹത്തൊരു മണ്ണ് നുള്ളിയിട്ടാൽ അന്ന് സുഭദ്ര ഈ സൗജന്യം അങ്ങ് പിൻവലിക്കും. പിന്നെ നിങ്ങൾ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. മേഘനാഥൻ എന്നത് മനുഷ്യന് പകരം ഒരു ബലിക്കാക്കയായി പറന്നു നടക്കുമെന്നർത്ഥം. ഒന്ന് അവസാനിപ്പിക്ക. നീ നെറ്റിയിലായാലും നെഞ്ചിലായാലും വാൾമുന കേറുന്നതിന് ഒരേ വേദനയാണ്. ഈ ശരീരത്തിൽ ഒരൽപ്പമെങ്കിലും ജീവൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അനുജത്തിമാരെ കൊന്നു തള്ളുവെന്നുള്ള കാര്യം ഉറപ്പാ. എന്നിട്ട് വേണം
എനിക്കെന്റെ സ്വന്തം രക്തത്തെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കെന്റെ മകൻ കാശിനാഥനെ തിരിച്ചു വേണം. അതിനു വേണ്ടി കൊല്ലും ഞാൻ നിന്റെ പെങ്ങന്മാരെ. എന്തു പറഞ്ഞിടാ നീ? അയ്യോ, മേഘനാഥ മോനെ. സാറേ എന്തു പറ്റി മേഘ? എന്തു പറ്റി സാറേ? എന്തു പറ്റി മോനെ? സാറേ എണീക്ക് സാറേ. മേഘ എന്നെ കുത്തിക്കൊന്നു. ഞാൻ മരിച്ചു. ഞാൻ മരിച്ചു. കണ്ടോ ചോര? കണ്ടോ ചോര? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ വരെ നീ ഒളിച്ചു കളിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ നീ ഏതുവരെ പോവെന്നറിയാൻ ഈ കൗണ്ടർ അഫിഡവിറ്റും ആൾമാറാട്ട കഥയൊക്കെ ആയിട്ട് കേസ് കൊടുത്തത്. ഇപ്പതാദ്യമായിട്ട് നീ ഞാൻ മുഖാമുഖം കണ്ടിരിക്കുന്നു. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് നിന്നെക്കാൾ വേണ്ടത് എന്റെ സ്വന്തം മകനെയാ. അവനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ നിങ്ങൾ ചേംബറിലെത്തുമ്പോ ജഡ്ജിയോട് ചോദിച്ചാൽ മതി. ഇപ്പൊ അങ്ങോട്ട് വഴി തടയാതെ മാറി നിൽക്ക്. Who the hell are you? കോട്ടയ്ക്കൽ മേഘനാഥനും തൃപ്പങ്ങോട്ട് രാധയും സംസാരിക്കുമ്പോ ഏട്ടായി കയറി വരുന്നു. You bloody! യു ബ്ലഡി അല്ല, നീ ബ്ലഡി എന്ന് ഞാൻ പറയും. ഇത് കോടതിയാ. നിന്റെയൊക്കെ സാമ്രാജ്യമാണെന്ന് കരുതുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാൻ തയ്യാറാ. ഞാൻ ജയിലിൽ പോവാനും തയ്യാറാ. പക്ഷേ അത് നിന്നെയൊക്കെ കൊന്നിട്ടായിരിക്കും. വെരി ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. അപ്പൊ കാഴ്ചയിൽ മാത്രമല്ല, പ്രകൃതത്തിൽ നീ സുഭദ്ര തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ആ പ്രതിരോധ ശക്തി നിനക്കുണ്ട്. നീ അവളുടെ പുനർജന്മം തന്നെ. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് താമസിച്ചു. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്നെ ഇത്രയും വളരാൻ വിടില്ലായിരുന്നു. നിന്നെ എപ്പോഴേ തീർത്തേനെ ഞാൻ. നിന്നെ മാത്രമല്ല, നിന്റെ അനുജത്തിമാരുടെ കയ്യിൽ നിന്ന് എന്റെ മകനെ ഞാൻ വീണ്ടെടുത്തേനെ. അത് മാത്രമാ ഇപ്പൊ എന്റെ ലക്ഷ്യം. നടന്നത് തന്നെ. എന്റെ കുട്ടികളുടെ അടുത്ത് നിങ്ങളുടെ നിഴലിനെ പോലും ഞാൻ അടുപ്പിക്കില്ല. മേഘനാഥ, ഈ ലോകത്ത് നിങ്ങൾക്കൊരു മകനില്ല. അവൻ എന്റെ മകനാ. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെയും സുഭദ്രാമ്മയുടെയും പരമ്പര. അവൻ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് തൃപ്പങ്ങോട്ട് തറവാടിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ച് വളരും. അവന് നിങ്ങൾ തൊടില്ല. എന്തിന്? അവനെ കാണാൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. തൃപ്പങ്ങോട്ടെ പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും പണ്ടേ നിങ്ങൾ അറിഞ്ഞതാ. അതിനിയും അറിയും. വഴി നിന്ന് മാറി നിൽക്ക. പോട്ടെ ഞങ്ങള്. സാർ, അച്ചു, കണ്ടല്ലോ തൃപ്പങ്ങോട്ട് പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും. അവനെ എനിക്ക് കിട്ടി. ഇനി നീയൊക്കെ എനിക്ക് വേസ്റ്റാ. ഗുഡ് ബൈ. ഗുഡ് ബൈ ഫോർ എവർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.